ഇച്ചിരി നിർബന്ധിക്കണ്ട, പട്ടിണി എടുക്കട്ടെ. ഇവ ശാഠ്യം പിടിച്ചാലേ ഒതുക്കാൻ പ്രയാസ. അത് നിങ്ങൾക്ക് ഞാനൊന്നും തീറ്റിച്ചേ പോവും. അന്റെ കൂടെ എന്റെ ഈശ്വര, ഈ ചെക്കൻ എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടാക്കാവോ? അറിഞ്ഞില്ലേ നിങ്ങളുടെ മകൻ കാണിച്ച തോന്നിവാസം? എവിടെ വരും? പാപ്പാനത്തില് ദേവസ്വം വക ആന കഴിച്ചോണ്ടെന്നാൽ ചോദിക്കാൻ ആളില്ല. എനിക്ക് ദേവസ്വം വക ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വിനയൻ എന്റെ ആനയാ. അത് ഞാൻ നമ്മോട് ചോദിക്കും ആന ഉടമയെന്ന്. മര്യാദക്ക് ആന അയച്ചെടുത്തോണ്ട് അടച്ചില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാനാ കണ്ടത്? ബാല, നിങ്ങളെ കച്ചവടക്കാരാ, എന്തും വിൽക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പിച്ചക്കാശ് കൊണ്ട് തുടങ്ങിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് വരെ ലേലം ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നും വിൽക്കാൻ മടിയാണില്ല. മറ്റുള്ളവരെ അങ്ങനെ കണക്കാക്കരുത്. ജനിച്ച നാൾ മുതൽ എന്റെ കൂടെ കളിച്ചു വളർന്ന വിനയനെ ഞാൻ വിൽക്കില്ല. താൻ ആരോടെ സംസാരിക്കണമെന്ന് അറിയാമോ? അറിയാം. ദേവസ്വം പ്രസിഡന്റ് അല്ല, സാക്ഷാൽ ദേവൻ തന്നെ വന്നാലും ഞാൻ എന്റെ ആനയെ വിട്ടുകൊടുക്കില്ല. അറിയ പോണം മിസ്റ്റർ. സൂയമ്മേ, നിങ്ങൾ വന്നെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ അങ്ങനെ ഞാൻ ജോലി വാങ്ങിച്ചു തന്നത്. അതിനെ കൂലി എനിക്ക് കിട്ടി. മിസ്റ്റർ ഉണ്ണിത്താൻ, വളരെ കഷ്ടപ്പെട്ട ഞാൻ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തത്. അതിന് പകരം ക്ഷൗര്യം ചെയ്ത് പഠിക്കുകയായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇതാ കിടക്കും നിങ്ങളുടെ ജോലി, എടുത്തോണ്ട് പോണം.